അതുപോലെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഓർക്കസ്ട്രേഷൻ, ഇപ്പോൾ ഓർക്കസ്ട്ര നമുക്ക് കാണാൻ തന്നെ കിട്ടാറില്ല, പിന്നെ എപ്പോഴെങ്കിലും വന്നിട്ട് ഓരോരുത്തരെ ഒന്ന് വായിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ കാര്യമല്ല പറയുന്നത്, പൊതുവേ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ, ഒരു ട്രെൻഡ് ഉണ്ടാവുമല്ലോ ഒരു ഇതിന്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ തോന്നിയിട്ടുണ്ടോ അവിടെ ഇത്രയും ഈ ഓർക്കസ്ട്ര വന്നുകൊണ്ട് എൻ്റെ കോൺട്രിബ്യൂഷനും എല്ലാം ബാധിച്ചു എന്ന്, അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല അവിടെ? ഇല്ല, ചിലപ്പോൾ ഈ മോസ്റ്റ്ലി അങ്ങനെ വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ, അതൊരു കുറ്റമായിട്ട് ആരും എടുക്കരുത്. ഈ കീബോർഡ് വായിക്കുന്നവരോ അങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവര് കമ്പോസ് ചെയ്യുന്ന അവർ വരുമ്പോൾ അവർ ഈ സോങ്ങിന്റെ മേലെ ഓബ്ലിഗേറ്റോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വയലന്റ് അത് ഇടുമല്ലോ. അപ്പൊ അത് കേൾക്കാനായിട്ട് ചിലപ്പം അത് കൂട്ടി വയ്ക്കുമ്പോൾ ചിലപ്പോൾ എന്തോ ചില വാക്കുകൾ നമ്മുടെ കേൾക്കാതെ പോകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പാട്ട്, പണ്ടത്തെ പാട്ടുകളുടെ രീതി അതായിരുന്നു മെയിൻ വോയിസ്, അതിന് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് അത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന വോയിസിന്റെ വാക്കുകളൊന്നും പോവാത്ത വിധത്തിൽ വെച്ചിട്ട് അതിന് ബാക്കിംഗ് ആയിട്ട് അത് കൊടുക്കുന്ന രീതിയാണ്. ചില പാട്ടുകളൊക്കെ തന്നെ ചില ഫ്രീക്വൻസിയുടെ വ്യത്യാസം. ഇപ്പൊ തബല, നമ്മൾ പറയുന്ന ഒരു വാക്കിന്റെ മേലെ തബലയുടെ ഒരു ബീറ്റ് ഉണ്ടെന്ന് വെക്കും, ആ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ വോയിസ് തൊട്ട് ക്ലാഷ് ചെയ്ത് ആ വാക്ക് വേറെ ആയിട്ട് കേൾക്കും. അതല്ലേ ചിത്ര ചേച്ചിയുടെ 1-2 റെക്കോർഡിങ്ങിന് എനിക്ക് പോകാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് ചേച്ചി ഇങ്ങനെ ലിറിക്സിന്റെ മേളിൽ നോട്ടേറ്റ് ചെയ്ത് വെക്കുന്നത്, അത് ഒരു ശീലമാണോ? ആദ്യകാലത്ത് എനിക്ക് ആ ശീലം ഇല്ലായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞാൻ എല്ലാം ഓർമ്മ വെച്ചാണ്. എന്താണ് അതിന്റെ ഒരു ഗുണവശം അത് ചേച്ചി കാണുന്നത്? ഗുണവശം ഇപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരേ രാഗത്തിൽ തന്നെ പല മ്യൂസിക് ഡയറക്ടേഴ്സിന്, ഇപ്പം മോഹനം എന്നുള്ള രാഗം തന്നെ ഇപ്പം എല്ലാ ഭാഷകളിലും ആ രാഗത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2-3 മോഹനം പാടിയിട്ടുണ്ട്. അപ്പൊ എന്തുപറ്റുന്ന വെച്ചാൽ ഈ സംഗതികൾ തമ്മിൽ മാറിപ്പോകും. നമ്മളിപ്പോൾ ഒരാളിനെ പാടിയിട്ടെന്ന് അത് ചിലപ്പോൾ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പാടുമ്പോൾ ആ സംഗതി തന്നെ ചിലപ്പോൾ വന്നു പോയി എന്നൊക്കെ വരും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു തരുന്നത്, നമ്മൾ അങ്ങനെ സ്വരപ്പെടുത്തി വെച്ചാൽ അതൊരു റെഫറൻസ് ആണ്. ഇത് ഇപ്പോഴത്തേക്കുന്നത് മാത്രമല്ല, പിന്നെ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ പഴയ ബുക്ക് മറിച്ച് നോക്കുമ്പോൾ അത് നൊട്ടേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ പാട്ടുകൾ ഓർമ്മ വയ്ക്കാൻ പറ്റും. ഞാൻ എല്ലാ പ്രോഗ്രാംസിനും ഒക്കെ എന്റെ കഴിവതും ഞാൻ ആ നൊട്ടേഷൻ എഴുതി വെക്കാറുണ്ട്. പക്ഷേ ചേച്ചിക്ക് ക്ലാസിക്കൽ പഠിച്ചിട്ടുള്ളതിന്റെ ഒരു ഗുണമാണ്. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ലല്ലോ. എല്ലാ ക്ലാസിക്കൽ പഠിച്ചവർക്കും സാധിക്കില്ല എന്നാണ്. കാരണം വേറൊരു കാര്യം, ഇത് ഈ സ്വരങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗ്രാഫിക് പാറ്റേൺ വരും. പക്ഷെ ഇത് ഒഴുകിയിട്ട് ഈ മൂഡിനോട് കൂടിയിട്ട് ഭാവത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പൊ നൊട്ടേറ്റ് ചെയ്യാനുള്ള ടാലന്റ് ഉണ്ട്. ഒരുവിധം അറ്റ്ലീസ്റ്റ് ഞാൻ പിന്നെ ഫുൾ കംപ്ലീറ്റ് ഇങ്ങനെ ബാറിട്ട് നൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളത് അല്ല, നമുക്ക് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മളിപ്പോൾ മാറിപ്പോവാണ്ടിരിക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഈ നൊട്ടേഷൻ റെഫറൻസിന്. ഇപ്പൊ ചിലപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ ഇതിലൊക്കെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ പാട്ട് പഠിച്ചു കഴിഞ്ഞ് ടേക്ക് എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കറണ്ട് പോയി കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പൊ പലരും വന്ന് നമ്മളോട് സംസാരിച്ചൊക്കെ പിന്നെ പാട്ട് മറന്നു പോകുന്നു നോക്കുമ്പോൾ ചിലപ്പോഴും. അപ്പൊ അങ്ങനെയൊക്കെ വരാണ്ടിരിക്കുന്ന നൊട്ടേഷൻ ഉണ്ടെങ്കിൽ അത് വലിയൊരു സമാധാനമാണ്, ഓർക്കാം എന്നുള്ളൊരു ധൈര്യം.